തുടർച്ചയായ 14ാം ദിവസവും ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം തുടർന്ന് ഇറാൻ. ഒമാനിലെ ജൌഹറിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ പരിക്കേറ്റ 11 പേരിൽ 10 പേരും ഇന്ത്യക്കാരാണ്. ദുബായിലും ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് കെട്ടിടത്തിന് ചെറിയ നാശനഷ്ടമുണ്ടായി. ബഹ്റൈനിൽ ഇന്നും ഇറാന്റെ ആക്രമണമുണ്ടായി. എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത, നിലവിലെ സ്ഥിതി എന്താണ് അവിടെ? അശ്വതി ആര്യ, തുടർച്ചയായ 14ാം ദിവസവും വിവിധ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇന്ന് ഒമാനിലുണ്ടായ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്ന് രാവിലെ ദോഫാർ ഗവർണറേറ്റ് മേഖലയിലായിരുന്നു ആക്രമണം ഉണ്ടായത്. തുടക്കത്തിൽ പുറത്തു വന്ന വാർത്ത 2 പ്രവാസികൾക്ക് ജീവൻ നഷ്ടമായി എന്നതായിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ്, അതായത് വൈകുന്നേരത്തോടു കൂടി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. 2 ഇന്ത്യക്കാരാണ് മരിച്ചത് എന്ന് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 11 പേർക്ക് ഈ ഒരു ആക്രമണത്തിൽ പരിക്ക് പറ്റി. ഈ പരിക്ക് പറ്റിയ 11 പേരിൽ 10 പേരും ഇന്ത്യക്കാരാണ് എന്നൊരു സ്ഥിരീകരണം കൂടി ഔദ്യോഗികമായി പുറത്തു വരികയാണ്. ഒമാനിലെ മറ്റൊരു പ്രദേശത്തും ഇന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അതിനെയും അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ ഒമാൻ പ്രതിരോധ സേനയ്ക്ക് കഴിഞ്ഞു. ആ ഡ്രോൺ ഒരു തുറസായ സ്ഥലത്താണ് വീണത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആളപായം ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ UAEക്ക് നേരെയും ഇന്ന് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ദുബായ് സെൻട്രലിൽ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു കെട്ടിടത്തിന് സമീപം തീപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ UAEക്കും കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് ദുബായ് മീഡിയ ഓഫീസും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ബഹ്റിനിലാണ്. ബഹ്റിനിലും ഇന്നും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. പക്ഷേ അതിനെയൊക്കെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ ബഹ്റിൻ സുരക്ഷാ സേനയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. ശരി, എസ് രഞ്ജിത്താണ് വിശദവിവരങ്ങൾ നൽകിയത്.